പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ടും ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെയും അധികാര വികേന്ദ്രീകരണത്തെയും കശാപ്പ് ചെയ്ത പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വികാരം പ്രതിഫലിക്കുന്ന ഇലക്ഷനായി. നിങ്ങൾ എടുത്തു നോക്കിയോ, ഈ നമ്മളിപ്പം പറയുന്നുണ്ടല്ലോ, ഈ ഇപ്പൊ 55% സ്ത്രീകളാണ് മത്സരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. 50 അല്ല, 55% സ്ത്രീകൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ആർക്കാണ് അതിന്റെ ക്രെഡിറ്റ്? രാജീവ് ഗാന്ധിക്കും കോൺഗ്രസിനും. ഈ രാജ്യത്ത് അധികാര വികേന്ദ്രീകരണം എന്ന ആശയം ഉണ്ടാക്കിയിട്ട് പവർ കൊടുത്തത്, വാർഡ് സഭകൾക്ക് ശക്തി കൊടുത്തത്, ഇതൊക്കെ ഇന്ന് നാമമാത്രമാക്കി മാറ്റിയില്ലേ? കഴിഞ്ഞ 10 കൊല്ലക്കാലമായി അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ എന്താ നടക്കുന്നതെന്ന് റിയൽ ഫാക്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. പഞ്ചായത്തുകളുടെ അധികാരം മുഴുവൻ കവർന്നെടുക്കുകയാണ്. അവർക്ക് ഒരു രക്ഷയില്ലാത്ത അവസ്ഥ. മാർക്സിസ്റ്റുകാരുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പോലും സ്വകാര്യമായിട്ട് ചോദിച്ചു നോക്കും, അവർ പറഞ്ഞു തരും. ആ അന്തസ്സത്തെ കളഞ്ഞു പൊളിച്ചവരാണ് ഇപ്പൊ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ അധികാര വികേന്ദ്രീകരണത്തിലെ കേന്ദ്രീകരണത്തിന്റെ ആളുകളാണ്. അപ്പൊ അത് ചർച്ചയാകുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും. പിന്നെ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് വാർഡ് തെരഞ്ഞെടുപ്പായാലും രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. ഈ സർക്കാർ ചെയ്തിരിക്കുന്ന എല്ലാ ദുഷ്ചെയ്തികളും വിശകലനം ചെയ്യുന്ന ഇലക്ഷനായിരിക്കും. ശബരിമല വിഷയം എന്നത് ഞങ്ങൾ എടുക്കാൻ കാരണം വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന കാര്യമായതുകൊണ്ടാണ്. ഞാനിവിടെ വീണ്ടും പറഞ്ഞു, ശബരിമല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ മനസ്സിനെ മുറിവേറ്റ സംഭവമാണ്. അയ്യപ്പന്റെ ശ്രീകോവിലിൽ നിന്നും കട്ടളയും വാതിലും കട്ടെടുത്തുകൊണ്ടുപോയി വിൽക്കുക എന്ന് പറഞ്ഞാൽ, പ്രതീകാത്മകമായി പറഞ്ഞാൽ അയ്യപ്പന്റെ വിശ്വാസത്തെ വെക്കുക എന്നുള്ളതാണ് അവർ ചെയ്തിരിക്കുന്നത്. CPM അമ്പലങ്ങളെയും ദേവസ്വം ബോർഡുകളെയും കാണുന്നത് അവർക്ക് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താനുള്ള, അവർക്ക് മറ്റു കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ്, വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള ഉപാധിയായിട്ടല്ല. ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. ഇത് ശബരിമലയ്ക്ക് വേണ്ടി മാത്രമല്ല. ഞാനിവിടെ പറഞ്ഞു, വഖഫ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും വിമർശിച്ചു, കോൺഗ്രസ് വഖഫിൽ മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞ വാചകം, വിശ്വാസത്തിൻ്റെതായിട്ടുള്ള പോരാട്ടത്തിൽ വിശ്വാസികളോടൊപ്പം കോൺഗ്രസ് നിൽക്കും. ഞങ്ങൾ നിന്നു. മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും ഒറീസയിലും ക്രൈസ്തവ ദേവാലയങ്ങളും കന്യാസ്ത്രീകളും അച്ഛന്മാരെയും മൃഗീയമായി സംഘപരിവാറിന്റെ ആളുകൾ വേട്ടയാടിയപ്പോൾ ഞങ്ങൾ ഉറച്ച ശബ്ദത്തോട് നിർന്നു. ഞങ്ങൾ വിശ്വാസത്തോടൊപ്പമാണ്. ശബരിമലയിലും ഞങ്ങൾ വിശ്വാസത്തോടൊപ്പമാണ്. അതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. അതനുസരിച്ച് ഞങ്ങൾ അവസാന നിമിഷം വരെ ഈ ശബരിമല പ്രക്ഷോഭത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമാണ്.